പൂവിട്ട് തുടങ്ങിയ വലിയ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈകൾ കണ്ടാലോ. ഈ നഴ്സറി വരുന്നത് ഇന്ത്യൻ കിസാൻ മാർട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശ്ശൂർ ഷൊർണൂർ റോഡിലെ മുള്ളൂർക്കര എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ നഴ്സറി ഉള്ളത്. മെയിൻ റോഡിൽ തന്നെയാണ്, ഹൈവേയിൽ തന്നെയാണ് ഈ നഴ്സറി വരുന്നത്. വലിയ തൈകളിൽ J33, കാലാപ്പാടി, കോട്ടൂർക്കോണം, കൊളമ്പ്, ഹിമാപസന്ത്, അതുപോലെ ഉമ്മർ ചാമ്പടൊക്കെ പൂവിട്ട് തുടങ്ങിയ, മൽഗോവടൊക്കെ പൂവിട്ട് തുടങ്ങിയ വലിയ തൈകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. മീഡിയം പ്ലാന്റ്സുകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. കൊറിയർ അയക്കാൻ പറ്റിയ 6 അടി 7 അടിക്കുള്ള 6 അടി വരെയുള്ള തൈകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. ഇത് കാലാപ്പാടിയുടെ പൂവിട്ട് തുടങ്ങിയ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വന്ന സൂപ്പർ ഹെൽത്തി പ്ലാന്റിൻ്റെ തൈകളാണ് കാണുന്നത്. ഈ വലിയ ബാഗിലെ തൈകൾ ഏകദേശം 850, 900, 1000 ഈ റേഞ്ചിലാണ് വലിയ വലിയ തൈകളൊക്കെ റേറ്റ് വരുന്നത്. കായ പിടിച്ചു തുടങ്ങിയതോ പൂവിട്ട് തുടങ്ങിയതൊക്കെ ആയ തൈകളാണ്. കോട്ടൂർക്കോണത്തിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് പൂവിട്ട് ഈ കൊല്ലം തന്നെ കായ പിടിക്കാവുന്ന അത്ര സൈസിലുള്ള നല്ല ഹെവി പ്ലാന്റ്സുകളുണ്ട്. മൽഗോവട 7 അടി 8 അടി ഹൈറ്റിൽ നന്നായിട്ട് പൂവിട്ട തൈകളുണ്ട്. ഇത് ജെയിൻ്റെ അബിയുവിൻ്റെ തൈകളാണ്. കൊറിയറായിട്ട് അയക്കാൻ പറ്റും. 5 അടിയുടെ മുകളിൽ ഹൈറ്റ് ഉണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. 400 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് അതിന് എക്സ്ട്രാ വരുന്നതാണ്. കൊളംബിൻ്റെ ഏകദേശം ഒരു 6 അടി 7 അടിയൊക്കെ പൊക്കല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ബുഷിയായിട്ട് വന്ന തൈകളാണ്. J33 കാണുമ്പോൾ തന്നെ അത്രയും സൈസുള്ള J33 സൂപ്പർ തൈകൾ. J33 അത്യാവശ്യം നല്ല ടേസ്റ്റിയായ വലിയ ചക്കയായ ശരിയായ തേൻവരിക്കയാണ്. ഹിമാപസന്തിൻ്റെ പൂവിട്ട് തുടങ്ങിയ തൈകൾ വലിയ ബേഗിലുള്ളതാണ്. ഉമ്മർചാമ്പയുടെ പൂവിട്ട് തുടങ്ങിയ തൈകളാണ്. രണ്ട് പ്ലാന്റും അത്യാവശ്യം നന്നായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദൽഹേരിയുടെ കൊറിയർ അയക്കാവുന്ന സൈസുള്ള മീഡിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. ഈ വലുപ്പത്തിലുള്ള തൈകൾ ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മളത് സ്റ്റോക്കുണ്ട്. നല്ല തൈകൾ സ്റ്റോക്കുണ്ട്. ഉമ്മർചാമ്പയുടെ പുതിയ വന്ന തൈകൾ ഈ വലുപ്പമുള്ള തൈകളാണ്. ഉമ്മർചാമ്പയും ദൽഹേരിയൊക്കെ നല്ല ടേസ്റ്റുള്ള സൂപ്പർ പ്ലാന്റ്സുകളാണ്. പിന്നെ പുതിയ വന്ന വിദേശി ഇനങ്ങളാണ്. മിയാസാക്കിയുടെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 അടി പൊക്കല്ല മിയാസാക്കിയുടെ നല്ല ഹെവി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള തൈകളാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ കാറ്റിമോണിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട്. 250 രൂപക്ക് കൊടുക്കുന്ന കാറ്റിമോണിൻ്റെ ഒരു 3 അടിക്ക് മുകളിൽ പൊക്കല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ കാറ്റിമോണിൻ്റെ എത്തിയിട്ടുണ്ട്. സിന്ദൂരത്തിൻ്റെ പൂവിട്ട് തുടങ്ങിയ തൈ ഒന്ന് ചെറുതായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. 1-2 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലമൊക്കെ ഈസി ആയിട്ട് കായ്പ്പിച്ചെടുക്കാവുന്നത്ര വലുപ്പമുള്ള നല്ല തൈകൾ സിന്ദൂരം എത്തിയിട്ടുണ്ട്. ഇത് നാംഡോക്മായുടെ തൈകളാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. 400 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. മണ്ണൊന്നും ഒട്ടും റിമൂവ് ചെയ്യാതെ. ഇത് R2E2 ജംബോയുടെ നല്ല അടിപൊളി തൈകളാണ് ഈ കാണുന്നത്. അതുപോലെ മൂവാണ്ടൻ്റെ ബഡ് ചെയ്ത തൈകളും പുതിയ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാൻ പറ്റും. ഇന്ത്യൻ കിസാൻ മാർട്ട് മുള്ളൂർക്കര.